നമസ്കാരം. നമസ്കാരം. നമ്പ്യാർ എപ്പോഴെത്തി? കുറച്ചു നേരമായി. അച്ഛാ, ഇതാ ഞാൻ പറഞ്ഞ OT നമ്പ്യാർ. എന്താ അയാളുടെ കേസ്? നമ്പ്യാർക്ക് പണമിടപാടാ ബിസിനസ്. 2 വർഷം മുമ്പ് നമ്പ്യാർ 35,000 രൂപ രാമൻ മേനോന് കടം കൊടുത്തു. തുക തിരിച്ചു കിട്ടാതായപ്പോ കഴിഞ്ഞ ജനുവരിയിൽ ബാസസാർ മുഖാന്തരം നോട്ടീസ് അയച്ചു. രാമൻ മേനോൻ മറുപടിയൊന്നും കൊടുത്തില്ല. കേസായി. അപ്പോഴാ പ്രതിക്ക് അതിന്റെ ഗൗരവം പിടികിട്ടിയത്. എന്നിട്ട് ഇദ്ദേഹത്തിന് വിശ്വസ്തനായ ഒരു കാഷ്യർ ഉണ്ടായിരുന്നു, സേതു. രാമൻ മേനോൻ അയാളെ എങ്ങനെയോ കയ്യിലെടുത്തു. പക്ഷേ അയാൾ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ. എന്നിട്ട് ഓഫീസിൽ സേതുവിന് സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വല്ലപ്പോഴും മാത്രം ഓഫീസിൽ പോയിരുന്ന നമ്പ്യാർ അദ്ദേഹം ഇടപാടുകാർക്ക് കൊടുക്കാൻ വേണ്ടി സ്റ്റാമ്പ് ഒട്ടിച്ച ബ്ലാങ്ക് റെസിപ്റ്റ് ഒപ്പിട്ട് വെച്ചിരുന്നു. രാമൻ മേനോന് കാഷ്യർ സേതു ഇദ്ദേഹം നോട്ടീസ് അയച്ചതിന്റെ മുൻപത്തെ ഒരു ഡേറ്റ് വെച്ച് 35,000 രൂപ തിരിച്ചു കിട്ടിയതായി ഒരു റെസിപ്റ്റ് എഴുതി കൊടുത്തു. അതനുസരിച്ച് കണക്കുകളൊക്കെ തിരുത്തി. കേസ് ആർഗ്യുമെന്റിന് വന്നപ്പോഴാ കള്ള റെസിപ്റ്റിന്റെ കാര്യം ഞങ്ങൾ അറിയുന്നത്. അതിനിടയിൽ സേതുവിന് രാമൻ മേനോൻ ജോലി കൊടുത്തു. ക്രോസ് എക്സാമിനേഷൻ കഴിഞ്ഞു. ഇന്ന് ആർഗ്യുമെന്റ് വെച്ചിരിക്കുക. ഈ കേസ് എന്ത് ആർഗ്യൂ ചെയ്യാൻ? കേസ് തള്ളാൻ ഇയാൾ ഒപ്പിട്ട ക്യാഷ് രജിസ്റ്റർ മാത്രം പോരെ? പോരാത്തതിന് 2-3 പറ്റിയ സാക്ഷികളെ നിർത്തിയിട്ടുണ്ട് അവര്. MC മേനോനല്ലേ ജഡ്ജ്? കോടതി ചെലവ് സഹിതം കേസ് തള്ളും. മൈസൂരട്ട് എന്നെ മണ്ടനെന്ന് വിളിച്ചതോ? അത് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലോ. സാറേ, ലോ കോളേജിന്റെ വരാന്തയിൽ കൂടി നടന്ന ഒരുത്തം വാദിച്ചാൽ ജയിക്കുന്ന കേസാണ് സാറ് കുട്ടിച്ചോറാക്കിയത്. കള്ളൻ സ്വയം വാദിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, സാർ ഇതുവരെ ഏതെങ്കിലും കേസ് ജയിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം എന്റെ ഒരു പേഴ്സണൽ കേസ് വേറൊരു വക്കീലിനെ വെച്ച് വാദിപ്പിച്ചു. ആ കേസ് ഞാൻ ജയിച്ചു. സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബോത്ത സാർ. സീനിയർ എന്ന് ഇവിടെ ഹൈക്കോർട്ടിലാണോ? അറിയില്ല. ഞാനൊരു 3 മാസം മുമ്പ് ഒരു 300 രൂപ വായ്പയായി വാങ്ങിയിരുന്നു. ഞാനത് മറന്നിട്ടില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. അത് ശരി. പിന്നെ അതൊന്ന് റൗണ്ട് ആക്കിയാ കൊള്ളാമായിരുന്നു. ഒരു 200 കൂടെ കിട്ടിയാൽ 500 പറയാൻ എളുപ്പമുള്ള സംഖ്യ. ഇന്ന് ഏതായാലും ഇല്ല. വേണ്ട, നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ റൗണ്ട് ആക്കി കിട്ടിയാ മതി. നോക്കട്ടെ. യുവർ ഓണർ, CMP 37/88 അന്യായക്കാരനായ മിസ്റ്റർ OT നമ്പ്യാർ മേപ്പടി കേസിലെ പ്രതിയായ രാമൻ മേനോൻ നൽകിയ റെസീറ്റിലുള്ള ഒപ്പ് തന്റെ തന്നെയാണെന്ന് കോടതി മുമ്പാകെ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ 3, 5, 7 സാക്ഷികൾ രാമൻ മേനോൻ പൈസ തിരിച്ചു തന്നതായി നമ്പ്യാർ പറഞ്ഞതായും മൊഴികൾ നൽകിയിട്ടുണ്ട്. സാഹചര്യം കൊണ്ടും സന്ദർഭം കൊണ്ടും മറ്റൊരു ജോലി തേടിപ്പോയ കാഷ്യർ സേതു തന്റെ മുതലാളിയായിരുന്ന മിസ്റ്റർ OT നമ്പ്യാരെ വഞ്ചിച്ചു എന്നുള്ള വാദിഭാഗം വക്കീലിന്റെ വാദം നിലനിൽക്കുന്നതല്ല. മേൽപ്പറഞ്ഞ സാക്ഷ്യങ്ങളും മൊഴികളും കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് ചെലവ് സഹിതം തള്ളണം എന്നപേക്ഷിക്കുന്നു. കൂടാതെ സമൂഹത്തിൽ മാന്യനായ എന്റെ കക്ഷിയുടെ തൽപ്പേര് കളങ്കപ്പെടുത്തുവാൻ വാദിയും മറ്റു ചിലരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ്. അതുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കാൻ അനുവദിക്കണമെന്നും കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. Have you anything to say, Mr. Bhaskar Pillai? Yes, Your Honor. പ്രതിയായ രാമൻ മേനോനെ റീ-എക്സാമിൻ ചെയ്യാൻ അനുവദിക്കണം. Why? Already cross-examination is over. 1-2 പോയിന്റ്സ് വിട്ടുപോയി, അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. Any objection, Mr. Thomas? നത്തിങ് യുവർ ഓണർ. ആ റെസീറ്റ് എന്ത്? ഇത് നിങ്ങൾ തിരിച്ചു കൊടുത്ത പണത്തിന് നമ്പ്യാർ തന്നെ തന്ന റെസീറ്റ് ആണല്ലോ? അതെ. സൂക്ഷിച്ചു നോക്കിക്കൊള്ളാം. പിന്നെ അല്ല ഇല്ലാന്നൊന്നും പറയരുത്. അതെ. ഡേറ്റും വാചകങ്ങളും എമൗണ്ടും എല്ലാം. അതെ. നിങ്ങൾക്ക് എത്ര വയസ്സായി? 40. ഈ 40 വയസ്സ് പ്രായത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ? യുവർ ഓണർ, ഹി ഈസ് ആസ്കിംഗ് അൺനെസസറി ക്വസ്റ്റ്യൻസ്. നോ യുവർ ഓണർ, ഐ ഹാവ് ആസ്ക്ഡ് ഓൺലി ദ റൈറ്റ് ക്വസ്റ്റ്യൻ. എന്റെ 12 വർഷത്തെ വക്കീൽ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും മോശപ്പെട്ട ഒരു ഫ്രോഡലൻസ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ നിൽക്കുന്ന സമൂഹത്തിലെ മാന്യൻ അത്യാവശ്യത്തിന് തന്നെ സഹായിച്ച സുഹൃത്തിനെ മാത്രമല്ല, ഗവൺമെന്റിനെയും കോടതിയെയും സമൂഹത്തെയും ഒരുപോലെ വഞ്ചിച്ചു. യുവർ ഓണർ. Mr. Bhaskar Pillai, why unnecessary statements? You come to the point. I am coming to the point, Your Honor. This document may be marked. ഈ റെസീറ്റ് 1988 ജനുവരി മാസം 7-ാം തീയതി OT നമ്പ്യാർ പണം തിരിച്ചു കിട്ടിയതായി ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തതാണ്. ഈ റെസീറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന റവന്യൂ സ്റ്റാമ്പ് 1988 ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്.
അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന സ്റ്റാമ്പ് ഓഫീസറുടെ സത്യവാങ്മൂലമാണ് ഞാൻ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്. 88 ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ച റവന്യൂ സ്റ്റാമ്പ് 88 ജനുവരി മാസം OT നമ്പ്യാർ ഇദ്ദേഹത്തിന് എഴുതി കൊടുത്ത റെസീറ്റിൽ എങ്ങനെ വരും? മായയോ മന്ത്രമോ? സെപ്റ്റംബർ മാസത്തിൽ ഈ കേസിന്റെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ പ്രതിയായ രാമൻ മേനോൻ എന്റെ കക്ഷിയുടെ ക്യാഷ്യർ ആയിരുന്ന സേതുവിനെ സ്വാധീനിച്ച് എന്റെ കക്ഷി നേരത്തെ ഒപ്പിട്ട് കൊടുത്തിരുന്ന ബ്ലാങ്ക് റെസീറ്റ് ഉപയോഗിച്ച് 88 ജനുവരി മാസം 7-ാം തീയതി തന്നെ ഇദ്ദേഹം പണം തിരികെ കൊടുത്തതായി ഒരു വ്യാജ റെസീറ്റ് ഉണ്ടാക്കി. പക്ഷേ റെസീറ്റിൽ ഒട്ടിച്ചിരുന്ന റവന്യൂ സ്റ്റാമ്പ് 88 ജൂൺ മാസം ഗവൺമെന്റ് പുറത്തിറക്കിയതായിരുന്നു എന്ന് മാത്രം. ജനുവരിയിൽ ഇഷ്യൂ ചെയ്ത റെസീറ്റിൽ ആ കൊല്ലം ജൂൺ മാസത്തിൽ ഇറങ്ങിയ റവന്യൂ സ്റ്റാമ്പ് എങ്ങനെ വരും? അവിടെയാണ് ഇവർക്ക് പറ്റിയ അബദ്ധം. കാലാകാലങ്ങളിൽ പോസ്റ്റൽ സ്റ്റാമ്പിന്റെയും കറൻസിയുടെയും അച്ചടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം റവന്യൂ സ്റ്റാമ്പിനും ബാധകമാണ് എന്നുള്ള കാര്യം പ്രതിയോ പ്രതിയെ സഹായിച്ചവരോ അറിയാതെ പോയത് എന്റെ കക്ഷിയുടെ ഭാഗ്യം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്താ പേരെ സന്തോഷമായില്ലേ? ഓ, തോറ്റു തുന്നം പാടുമെന്ന് വിചാരിച്ചിരുന്ന കേസാ. സാറായതുകൊണ്ട് ആ കേസിന്റെ ഭിത്തിപ്പുറപ്പ് വാങ്ങിക്കണം, ആശാനോട് പറഞ്ഞാൽ മതി. പിന്നെ എന്റെ ബാക്കി ഫീസ് കൃത്യമായിട്ട് എത്തിച്ചേക്കണം. ഓ, ഞാൻ എത്തിച്ചോളാം. ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്ത് പറ്റിയടി? നീ എന്താ ഇപ്പൊ കൈയടിച്ചത്? ഒന്നുമില്ലമ്മേ. നീ വന്നോ? ഞാൻ അറിഞ്ഞതേ ഇല്ല. എങ്ങനെ അറിയാനാ? അതിനകത്തല്ലേ ശ്രദ്ധ. അമ്മയ്ക്കും പിടിച്ചോ ഈ ഭ്രാന്ത്? ചായ എടുത്തുണ്ടോ? ചായ എടുത്തുണ്ട് വരാൻ. എന്താടി, ഔട്ടായോ? ഒന്ന് ചുമ്മാ ഇരിക്കുമേ. ഔട്ടൊന്നും ആയില്ല, ആകുമ്പോ പറയാം. ഡി, അവന് ചായ എടുത്തു കൊടുക്ക. അമ്മ പോയി എടുത്തു കൊടുക്ക്. എന്താടി പറ്റിയത്? ഗവാസ്കർ ഔട്ടായോ? ഗവാസ്കർ ഒന്നും കളിക്കുന്നില്ലമ്മേ. ഇത് പഴയ കളിയുടെ കാര്യം പറഞ്ഞതാ. ഓ, എനിക്ക് അറിഞ്ഞുകൂടായിരിക്കും. ഓ, അത് കൊള്ളാം. ഇന്ത്യ തോറ്റു, വെറും 3 റൺസിന്. നന്നായി പോയി. ആ വെൻസർക്കാർ വെറുതെ റൺഔട്ട് ആയതാ. അതാ ഇന്ത്യ തോറ്റത്. ഇന്ത്യ തോറ്റോ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല TV ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്യണമെന്ന്. ആഹാ, TV ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്താ ഇന്ത്യ ജയിക്കോ? ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ എന്താ നിനക്ക്? എടാ, നേരം വെളിച്ചമായ അതിന് മുമ്പിൽ നിന്ന് മാറത്തില്ല. ആ കാര്യത്തിൽ അമ്മ ഒട്ടും മോശമല്ല. എടാ മോനെ, നീ ഇവിടുത്തെ STD കട്ട് ചെയ്തോ? കട്ട് ചെയ്തു. കഴിഞ്ഞ മാസം 6000 രൂപയായിരുന്നു ബില്ല്. എനിക്ക് അതിനുള്ള ശേഷിയില്ല. 6000 രൂപ? കണ്ട സിനിമയുടെ കഥയൊക്കെ ബാംഗ്ലൂരിലും മദ്രാസിലുള്ള ചേടത്തി അനിയത്തെയൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞു കേൾപ്പിക്കുമ്പോ ആലോചിക്കണം. ഇനി വല്ല കവറോ ഇല്ലോണ്ടോ വാങ്ങിച്ചരാം. അതിൽ കൂടുതൽ കഥ പറച്ചിൽ മതി. പാവം എന്റെ അമ്മ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചിറ്റയും കുഞ്ഞമ്മയും കഥ പറഞ്ഞ് കേൾപ്പിക്കണ്ടേ? ട്രങ്ക് ബുക്ക് ചെയ്യാല്ലേ? പൊടി എവിടുന്ന്?